ഒരു മാസം 50,000 60,000 രൂപ കറണ്ട് ബില്ല് മാത്രം വന്നായിരുന്നു. ഇതായിപ്പോ നമുക്ക് 10 രൂപ 15 രൂപ ഉള്ളൊക്കെ വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിൽ രണ്ടിലും കൂട്ടിയിട്ട് നമുക്ക് 1000 കിലോത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം. അത് മാത്രല്ല, പിന്നെ ഇതിൽ ഉണക്കി കഴിഞ്ഞാൽ നല്ല കളർ വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വെയിലത്ത് നിന്ന് എടുക്കുന്ന അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. FC Rower ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരടിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന ജ്യോതി പപ്പടത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു ദിവസം 1000 കിലോ പപ്പടം ചെയ്യുന്ന ഒരു കമ്പനി. ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു 1000 കിലോ പപ്പടവും നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രയർ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കുന്ന ഡ്രയർ എന്ന് പറയുന്നത് ഒരു ബെൽറ്റ് കൺവെയർ വഴിയായിട്ട് ഒത്തിരി വലിയ രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചെലവാകുന്ന ഒരു കൺവെയർ ബെൽറ്റ് വെച്ചിട്ടാണ് സാധാരണ പപ്പടം ഉണക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെയിലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കുഞ്ഞൻ ഡ്രയർ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം 1000 കിലോ പപ്പടം ഉണക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു അടിപൊളി ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നേരെ നമ്മുടെ ജ്യോതി പപ്പടത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ജ്യോതി പപ്പടത്തിന്റെ ഓണർ ബൈജു ചേട്ടൻ ഇതാ എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമ്മുടെ കമ്പനി അച്ഛനായിട്ടുള്ളതാണ്. അച്ഛനായിട്ടൊരു 10-60 വർഷമായിട്ട് കമ്പനി ഉണ്ട്. പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 35-36 വർഷമായിട്ട് ഞാനായിട്ടുള്ളത്. ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്രയർ വെച്ചിട്ടാണ് ഒരു ദിവസം 1000-ഓളം കിലോ പപ്പടം ഉണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ വിശേഷങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. നിങ്ങളുടെ ഈ രീതി എങ്ങനെയാണ് ഈ പപ്പടം ഉണ്ടാക്കുന്നത്? നല്ല രീതിയിലുള്ള ഉഴുന്നെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പപ്പടക്കാരം, പിന്നെ ഉപ്പ്, നല്ലെണ്ണ, അതാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. മിക്സിങ് കഴിഞ്ഞിട്ട് ഷീറ്റ് അടിക്കും. ഷീറ്റ് അടിച്ചിട്ട് പപ്പടി മെഷീൻ ഉണ്ട്. പപ്പടി മെഷീനിൽ 3.5 ഇഞ്ച് വട്ടത്തിൽ പപ്പടമായിട്ട് വരും. പിന്നെ പണിക്കാർ അതൊരു 4.5 ഇഞ്ച് 4.25 ഇഞ്ച് വട്ടാക്കും. എന്നിട്ട് കുടഞ്ഞ് ഇത് കൈ കൊണ്ടാണ് കൈ കൊണ്ട്. എന്നാലും അതിന്റെ ക്വാളിറ്റി ശരിക്കും കിട്ടുള്ളൂ. ഫുള്ള് മെഷീനിലാണെങ്കിൽ ക്വാളിറ്റി കിട്ടില്ല. എന്നിട്ട് അത് നമ്മൾ ഡ്രയറിൽ ഉണക്കുക ചെയ്യുക. നമ്മൾ ഡ്രയർ എടുത്തത് കോഴിക്കോട് താമശ്ശേരി തൊയ്ബ പപ്പടം കമ്പനിയിലത്തെ ചേട്ടനായിട്ടാണ് നമുക്കത് സെറ്റ് ചെയ്ത് തന്നത്. അവർ നല്ല രീതിയിൽ ചെയ്യേണ്ടത് 1-2 സ്ഥലത്ത് ഞാൻ അത് പോയി കാണും ചെയ്തു. ഇവിടെ ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡ്രയർ ആണ്. അതെ 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 അതെ. അതോ നമ്മള് ഡ്രയർ എടുത്തപ്പോ അത്ര ക്വാളിറ്റി ആണ് നമുക്ക് മനസ്സിലായി. ഒരു ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രയർ ഏതായിരുന്നു? അത് ബെൽറ്റ് ആയിട്ടുള്ള മറ്റേ ഇതായിരുന്നു. അതിന് ഭയങ്കര കറണ്ട് ചാർജ് വന്നിരുന്നത്. ഒരു 50,000 60,000 രൂപ അടുത്ത് കറണ്ട് ബില്ല് വന്നിരുന്നു. ഒരു മാസം 50,000 60,000 രൂപ കറണ്ട് ബില്ല് മാത്രം വന്നായിരുന്നു. ഇതായിപ്പോ നമുക്ക് അത് ഭയങ്കര പിന്നാക്കം വന്നത്. ഒരു 10 രൂപ 15 രൂപ ഉള്ളൊക്കെ വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. അത്ര വ്യത്യാസമാണ്. അത് മാത്രല്ല, പിന്നെ ഇതിൽ ഉണക്കി കഴിഞ്ഞാൽ നല്ല കളർ വരുന്നുണ്ട്. നമ്മള് വെയിലത്ത് ഉണക്കിനായിട്ട് നല്ല കളറ്. പിന്നെ നമ്മള് ഡൽഹിക്ക് പോകുമ്പോ ഗോവയ്ക്ക് കുറേശ്ശെ കയറ്റി വിടുന്നുണ്ട്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ പപ്പടം തന്നെ ക്വാളിറ്റി മാറിയല്ലോ എന്നുള്ള അത്ര നല്ല അഭിപ്രായം പറയുന്നത് ഈ ഡ്രയർ ഉപയോഗിച്ചതിന് നിങ്ങളിവിടെ 2 ഡ്രയർ ഉപയോഗിക്കുന്നത്? 2 ഉണ്ട്. ഇതിൽ രണ്ടിലും കൂട്ടിയിട്ട് നമുക്ക് 1000 കിലോത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം. ഈ കണ്ട 2 ഡ്രയർ ഒന്നിച്ചിട്ടാണ് എടുത്തത്? ഒന്നെടുത്തതിന് ശേഷമാണ്? അല്ല, 2 ഒരുമിച്ച് എടുത്തത്. അത്ര വിശ്വാസമായി? അതെ അതെ, അത്ര വിശ്വാസമായി. പിന്നെ ഞാൻ 2 തവണ തൊയ്ബയിൽ പോയി കണ്ടു, ഡ്രയർ കണ്ടു, അവർ വർക്ക് ചെയ്യണതൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ 2 തവണ അവരുടെ സാമ്പിള് പപ്പടം കൊണ്ടുവന്നു. നമ്മള് വീട്ടിൽ നോക്കിയപ്പോ 20 ദിവസത്തോളം ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് പോളോട് കൂടി നിന്ന് നിൽക്കുന്ന സാധനം. അപ്പൊ നമ്മൾ അത്ര ധൈര്യത്തോടു കൂടി എടുത്തു. നന്നായിട്ട് പഠിച്ചിട്ടാണ് എടുത്തത്. അതെ അതെ. ഒരാൾ ഒരു സൈഡിലൂടെ ഇട്ട് പോകുന്നു, മറ്റൊരു സൈഡിലൂടെ ഉണക്കിയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അത്ര സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. ചെറിയ സമയം വേണ്ടു അല്ലെ ഇത് ഉണക്കി? അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഈ ഒരു ബെൽറ്റ് കൺവെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പപ്പടം വെച്ചുകൊണ്ട് പിന്നെ കാണുന്നില്ല, ഇതിനെ ലാസ്റ്റ് വരുമ്പോഴേ കാണുന്നുള്ളൂ. ഇത് നമ്മൾ കണ്ടോണ്ട് നമുക്ക് ഇടുകയും എടുക്കും. പിന്നെ നമ്മളത് എടുത്തൊന്ന് ചൂടാറാൻ പരത്തിയിടണം. അപ്പൊ പിന്നെ നമ്മള് വെയിലത്ത് നിന്ന് എടുക്കുന്ന അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് കാലങ്ങൾ മുതൽ നാച്ചുറൽ ആയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത് പോലെ നമുക്ക് ഇതിന് നമുക്ക് ഉണക്കിയെടുക്കാം. അതേ രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മള് കംപ്ലീറ്റ് പപ്പടമൊക്കെ ഈ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുത്തു. ഇതിന് ശേഷം പിന്നെ ഇത് ഇങ്ങോട്ടാ പോകുന്നത്? ഇത് ഉണക്കിയെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് പൊടി കളയുന്നു. ബ്ലോവറിൽ ഒന്ന് പൊടി കളഞ്ഞിട്ട് പിന്നെ നേരെ പാക്കിങ്ങിലേക്കാ പോണ്. അവരെ ചേച്ചിമാരുണ്ട്. അവര് ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് അങ്ങനെ ഇതായിട്ട് ഹോൾസെയിൽ റീറ്റെയിലേക്ക് അങ്ങനെ കടയിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യണം. അത് ചെറുതല്ലാതെ നിങ്ങൾ 1 കിലോ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ? 1 കിലോന്റെ 1/2 കിലോന്റെ 200 ഗ്രാം പല തൂക്കത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എവിടെ വരെ മാർക്കറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ നമ്മള് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഒരുവിധം ഫുള്ളായി പോകുന്നുണ്ട്. പിന്നെ എറണാകുളം റൂട്ട് വരെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കയറ്റി വിടുന്നുണ്ട്. ബോംബെക്ക് കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഡൽഹിക്ക് കയറ്റി വിടുന്നുണ്ട്, ഗോവ. പിന്നെ കുറെ ആൾക്കാര് ലൂസായിട്ട് 10 കിലോ 5 കിലോ ലൂസായിട്ട് അവരുടെ ബ്രാൻഡില് സെയിൽ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് പലരും ചിലപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട് പപ്പടത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെയിൽ ചെയ്യുന്ന അവർക്ക് കൊടുക്കുമോ? പിന്നെന്താ, ഇഷ്ടം പോലെ കൊടുക്കാം. എത്രയാണെങ്കിൽ ചെയ്യാൻ കപ്പാസിറ്റി നിങ്ങൾക്ക് കൂടെ ഉണ്ടല്ലേ? ഇത്രയാണ് ജ്യോതി പപ്പടത്തിന്റെയും അതേപോലെ തന്നെ തൊയ്ബ പപ്പ ഡ്രയറിന്റെ വിശേഷങ്ങൾ. ആ ഒരു ഡ്രയർ വെച്ചിട്ട്
ഒരു ദിവസം തന്നെ 1000 കിലോ പപ്പടം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ച. അത് സിമ്പിളായിട്ട്. ഇത് മാത്രമല്ല, സാധാരണ നമ്മൾ നാച്ചുറൽ ആയിട്ട് പണ്ട് കാലം മുതലേ നമ്മൾ എങ്ങനെയാണോ വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി പപ്പടത്തിന് അത് കൃത്യമായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പപ്പടം ഉണക്കിയെടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ ജ്യോതിയുടെ പപ്പടം, നിങ്ങൾക്ക് എവിടെയൊക്കെ പപ്പടം നിങ്ങൾ സ്വന്തമായിട്ട് റീറ്റെയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് പപ്പടം ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങളുടേതായ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 2 കമ്പനിയുടെയും നമ്പറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.